ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രധാന ഒരു സംസാര വിഷയം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഇന്ന് കളിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ്. വളരെ നിർണായകമായ ഒരു മാച്ചാണ് സിംബാബ്വെക്കെതിരെ ഇന്ന് ഇന്ത്യ കളിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സഞ്ജുവിനെ കളിപ്പിച്ചില്ല. അപ്പോൾ അമ്പേ പരാജയമായി, തോറ്റു തുന്നം പാടി എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതില് പരാജയം അന്ന് നമുക്കറിയാം, സൂര്യകുമാർ യാദവിൻ്റെ അഹങ്കാരത്തിന് ഏറ്റൊരു കനത്ത തിരിച്ചടി തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇന്നത്തെ കളിയിൽ സഞ്ജുവിനെ ഇറക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയില്ല, പക്ഷെ ഞാൻ പറയുന്നത് സഞ്ജുവിനെ ഇറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും അന്ന് ഒരു ദിവസം ഇറങ്ങിയുള്ളെങ്കിൽ അന്ന് 22 റണ്ണ് 8 ബോളിൽ നിന്ന് അടിച്ചിട്ടാണ് സഞ്ജു പോയിട്ടുള്ളത്. നല്ലൊരു ഇമ്പാക്റ്റ് ഇറങ്ങിയ ദിവസം എന്തായാലും അന്ന് ഒരു കളിയിൽ ഉണ്ടാക്കാനായിട്ട് സഞ്ജുവിന് പറ്റിയിട്ടുണ്ട്. പിന്നീട് ഇവന്മാർ ഇറക്കിയിട്ടുമില്ല സഞ്ജുവിനെ. ഇന്ന് വളരെ അതിനിർണായകമായൊരു ദിവസം വരുമ്പോൾ സഞ്ജുവിന് ഇവന്മാരെ ഇറക്കേണ്ട ആവശ്യം എന്താ? ഇറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇനി സഞ്ജുവിനെ ഇറക്കിയിട്ട് സഞ്ജു പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് സഞ്ജുവിന് കുറ്റവും. പിന്നെ അടുത്ത കാലത്തൊന്നും ഇന്ത്യൻ ടീമിൻ്റെ പരിസരത്തേക്ക് സഞ്ജുവിനെ ഇവന്മാരെ അടുപ്പിക്കാനായിട്ട് പോകുന്നില്ല. അപ്പം അതിലും നല്ലത് കളിക്കാതെ ഇരിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സിംബാബ്വെക്കെതിരെയും അത്ര എളുപ്പത്തിൽ ജയിച്ച് കയറാമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇച്ചിരി ദുഷ്കരമായ ഒരു പരിപാടി തന്നെയായിരിക്കും അത്. നമുക്കറിയാം, ഇപ്പം മികച്ച റൺ റേറ്റ് ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ഇനി സെമി സാധ്യതകൾ ഉള്ളു താനും. അപ്പം സഞ്ജു ഇന്ന് കളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇവന്മാർ എത്ര പരാജയപ്പെട്ടാലും കുഴപ്പമില്ല. ഇന്ന് സഞ്ജു ഇത്രയും പ്രഷർ സിറ്റുവേഷനിൽ ഇറങ്ങി പരാജയപ്പെട്ടാൽ സഞ്ജു ഭയങ്കര വലിയ മോശം കളിക്കാരൻ, ആവശ്യത്തിന് ഒത്തുയരില്ല, അങ്ങനെ 100 കൂട്ടം കുറ്റങ്ങളായിരിക്കും. അപ്പോൾ ഇന്ന് സഞ്ജു ഇറങ്ങണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി സൂര്യയും ഗൗതമണ്ണനൊക്കെ എന്താ വിചാരിക്കുന്നതെന്ന് അറിയത്തില്ല. വെൽക്കം ചവച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കുറച്ച് ലോജിക്കായിട്ട് കാര്യങ്ങളും കൂടി ക്രിക്കറ്റിൽ വേണം എന്നുള്ളൊരു കാര്യം നമ്മുടെ സൂര്യകുമാർ യാദവ് ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ, ബൈ ബൈ.